സ്വന്തം മാതാക്കളെ കൊന്നൊടുക്കുന്ന, സ്വന്തം മാതാക്കളെ കാമത്തോടുകൂടി നോക്കുന്ന മോശപ്പെട്ട പ്രവണതയിലേക്ക്, സാലിയൻസിലേക്കും ടോളറൻസിലേക്കും, അതിന്റെ അപ്പുറത്തേക്ക് വിഡ്രോവൽ സിൻഡ്രത്തിലേക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കും പോകാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കുമാണ്, ഓരോ മാതാപിതാക്കൾക്കുമാണ്. അതിന് കുറെ സിംറ്റംസ് ഉണ്ട്, കുറെ അടയാളങ്ങൾ അതിവിടെ പറഞ്ഞിട്ടുണ്ടാകാം. അതിൽപ്പെട്ട ഒന്ന് ഞാൻ പറയാം. നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന, എല്ലാരോടും നല്ല ബന്ധമുണ്ടായിരുന്ന ആള് പെട്ടെന്ന് സൈലന്റായി വീട്ടിൽ ഒതുങ്ങിപ്പോവുക എന്നത് ഇതിന്റെ ചെറിയൊരു അടയാളമാണ്. നന്നായിട്ട് സൈലന്റായി നടക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് വയലന്റായി വേറെന്തൊക്കെ അവസ്ഥയിലേക്ക് പോവുക എന്നതും ഇതിന്റെ ഒരു സിംറ്റമാണ്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് 5 മിനിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നാണെന്നറിയോ? അത് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളിലാണ്. ഏതൊക്കെ ആഘോഷങ്ങൾ? ഒന്നിക്കൽ ബർത്ത്ഡേ പാർട്ടി നടത്തണോ നടത്തണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വേറെയാണ്. പക്ഷെ ബർത്ത്ഡേ പാർട്ടികളുടെ ദിവസത്തിൽ ഇത് നടപ്പിലാക്കി കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ടത്. ഇതേപോലെ ഒരു കുട്ടി എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞത്, എന്റെ നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. എന്താ മോനെ കാര്യമെന്ന് പറഞ്ഞപ്പോ, ബർത്ത്ഡേയുടെ ദിവസത്തിൽ 5-8 ഫ്രണ്ട്സ് ചങ്ക് ബ്രോസ് വന്നത്, അവര് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയത്, ഉമ്മ ബിരിയാണി വെച്ച് കൊടുത്തത്, പാവം തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന മാതാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബാക്കിൽ പോയിട്ട് ഇരുന്നത്, അവിടുത്തെ ഹോസ്റ്റലിന്റെ പിന്നാമ്പുറത്തെ പാറപ്പുറത്ത് ഇരുന്നത്, കുറെ നേരം സംസാരിച്ചപ്പോ 2 ആളുകൾ എഴുന്നേറ്റ് പോയത്. എഴുന്നേറ്റ് പോയ ആൾ എന്തിനു പോയി എന്ന് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഇന്നേ വരെ ബീഡി പോലും വലിക്കാത്ത ഈ കുട്ടി കാണുന്നത് പിന്നെ 2 പേര് കുപ്പിയും കൊണ്ടുവരുന്നതാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ സ്വന്തം ചങ്ക് ബ്രോസ്. ഇറ്റ് ഈസ് സെലിബ്രേഷൻ. ഇത് ആഘോഷമായതിന്റെ പേരിൽ. ബാക്കി ദിവസത്തിലൊന്നും കുട്ടികൾ ഇത് ചെയ്യൂല. സെലിബ്രേഷന്റെ അന്നാ തുടങ്ങുക. ആ ദിവസത്തിൽ കയ്യും കാലും കെട്ടിവെച്ചിട്ട്, നെഞ്ചിൽ കാല് വെച്ചിട്ട് ഈ കുട്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വീര്യമേറിയ മദ്യം അന്ന് തുടങ്ങി വെച്ചത് അവൻ അന്നാണ്. എന്റെ നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ കൂടി ഡോസ് കൂടിപ്പോയി മറ്റൊരവസ്ഥയിലേക്ക് എത്തിയതും ഞാൻ ആലോചിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കണം, പറ്റുമെങ്കിൽ തെറാപ്പിക്ക് വിധേയമാക്കണം. അതിനും കഴിഞ്ഞില്ല, ആ ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻ അഥവാ മരുന്ന് കൊടുക്കണം. അതിനും പറ്റിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റേഴ്സ് ഉണ്ട്, ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തത് മാറിയാൽ അറ്റ്മോസ്ഫിയർ മാറ്റിവെക്കണം. വീണ്ടും ഈ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് അവനെ വിട്ടേക്കരുത്. അങ്ങനെ തുടങ്ങിയ കുറെ ആൾക്കാർ പിന്നെയുമുണ്ട്. അവന് ഗൾഫിലേക്കോ മറ്റു നാടുകളിലേക്കോ ഈ വൃത്തമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റണം. ഇതൊക്കെ അതിന്റെ പണികളാണ്. ഈ പണിക്കിടയിൽ എപ്പോഴും നിങ്ങളെ വിളിച്ചാൽ സന്നദ്ധരായി ഉണ്ടാകും. ദാ നമ്മുടെ നിയമപാലകന്മാർ, അവർ ഏറ്റവും ശക്തമായി നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നമ്മുടെ നിയമപാലകർ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇത്തരം കെടുതികൾ എന്തെങ്കിലും നടക്കുമ്പോ ആ കെടുതികൾക്കെതിരെ അതിശക്തമായി പോരാടാൻ ദാ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സാറന്മാരും ഉണ്ടാകും. പ്രിയപ്പെട്ട സാറന്മാർക്കൊന്ന് ഉറക്കൊന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ഏറ്റവും നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട സാറന്മാർക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നടക്കുമ്പോ സമയമില്ലാത്ത സമയത്തും അവരെ ജസ്റ്റ് എത്തി നോക്കുന്നത്, ഒന്ന് വന്നു പോകുന്നത്. CI സാറായി ഇന്ന് വരാമെന്നേറ്റത് കൃത്യനിർവഹണത്തിനിടയ്ക്ക് തിരക്കിൽപ്പെട്ടതുകൊണ്ട് തന്റെ അസിസ്റ്റന്റിനെ വിട്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ എവിടെ നിങ്ങൾ ഇതിന്റെ ചെറിയ ലാഞ്ചനകൾ കണ്ടാലും അവരെ സമീപിക്കാൻ മടിക്കരുത്, അവരെ വിളിക്കാൻ മടിക്കരുത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണം. വെറുതെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ സമയം ഇല്ലാതെയാക്കരുത്. കൃത്യമാണ് എങ്കിൽ വിളിക്കാൻ മടിക്കുകയും ചെയ്യരുത് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രിയപ്പെട്ട സാറന്മാര് വന്ന് നമുക്ക് സപ്പോർട്ട് തരുമ്പോ, ഞാൻ ഒരുപാട് പരിപാടിക്ക് പോകുമ്പോൾ SP സാർ ഉണ്ടാകാറുണ്ട്, കമ്മീഷണർ സാർ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടിന്റെ ആ പിൻബലത്തിലാണ് നമ്മൾ ഇതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേപോലെയുള്ള സാറന്മാരാണ് ഇവിടെ നമ്മുടെ അടുക്കൽ വന്നിട്ട് പോയിട്ടുള്ളത്. ഈ പ്രദേശത്തോ ചുറ്റടുത്ത പ്രദേശത്തോ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾ കണ്ടാലും അവര് വിവരമറിയിക്കാൻ മടിക്കരുത്. ഞാൻ വിളിച്ച് പറഞ്ഞാല് അവരത് മറ്റുള്ളവരോട് പറയോ ഇന്നാൾക്കാരോട് പറയോ എന്നൊന്നും പേടിക്കണ്ട. അത് രഹസ്യമായിരിക്കും, ആയിരിക്കണമെന്ന് ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും പറഞ്ഞോട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും രഹസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രഹസ്യമായ
കൃത്യമായി സൂക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും അതിന്റെ ശിക്ഷ എന്നത് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് മുന്നോട്ട് പോകാം. അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല വാക്ക് പറഞ്ഞിട്ട് പിന്മാറാത്തവരെ നിയമപാലകർക്ക് വിട്ടുകൊടുക്കലല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നത് കൂടിയാണ്. നമ്മളെല്ലാവരും അതിൽ ജാഗ്രതാക്കണമെന്ന് അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒന്ന് ആഴമേറിയ പഠനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്നറിയുമോ? അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൃത്യമായൊരു വിശ്വാസം ഉണ്ടാവുക. നമ്മൾ അറിയുന്നില്ല, ഈ നാട്ടിൽ ഉണ്ടാകണമെന്നില്ല, പക്ഷേ പല ക്യാമ്പസുകളിലും കുട്ടികൾ അവരുടെ ദൂരത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവരവരുടെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ മാറ്റത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പോവുക എന്നത്. ആ ആഴമേറിയ ചർച്ചയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് അള്ളാഹിനെ പറ്റി പറയാൻ ആളുകളില്ല, വേറെ എന്തിനെ പറ്റി പറയാനും ആൾക്കാരുണ്ട്. സെമിനാറുകൾ, സംഭവങ്ങൾ, എല്ലാ കാര്യങ്ങളും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. നാം വസിക്കുന്ന ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടിയാണ് സൂര്യന്റെ വലിപ്പം. നാം ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി. അപ്പൊ 13 ലക്ഷം ഇരട്ടി ഉള്ള ഈ സൂര്യനുകൾ ഇട്ടാൽ, ഈ ഭൂമികൾ ഇട്ടാലേ ഈ സൂര്യൻ നിറയൂ എന്നർത്ഥം. സൂര്യൻ നിറയണമെങ്കിൽ 13 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയിടണം. അങ്ങനെയുള്ള ഈ സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ചന്ദ്രനാണ്, നക്ഷത്രമാണ് എന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നു. ദ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം അത് സൂര്യനാണ്. ആ സൂര്യനെ പോലെയുള്ള അനന്തകോടി നക്ഷത്രങ്ങളുടെ ഒന്നിനെയാണ് ഗാലക്സി എന്ന് പറയുക. അങ്ങനെയുള്ള ഒരുപാട് ഗാലക്സികൾ കൂടിയതിനെയാണ് വിശുദ്ധ ഖുർആൻ ലാഹൂത്ത് എന്ന് വിളിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്ത് ജബ്രൂത്തുണ്ട്, മലക്കൂത്തുണ്ട്, അലമൂത്തുണ്ട്, ആലമുൽ അംറുണ്ട്, ആലമുൽ മിസാലുണ്ട്, മലഉൽ അഅലയുണ്ട്. ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടുന്നവന്റെ പേരാണ് ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിലേക്കാണ് നമ്മൾ അടുക്കേണ്ടത് എന്നതാണ് ആദ്യമായി വിശുദ്ധ റമദാനിൽ നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഈ ഏകനായ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കണം, ഈ അല്ലാഹുവിലേക്ക് നമ്മൾ ചേരണം. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഈ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ട് ശക്തമായി ഒന്ന് ചോദിച്ചു നോക്കിൻ, അതിശക്തമായ മറുപടി അല്ലാഹു തന്നിരിക്കും. അതിന് നമുക്കുണ്ടാകേണ്ടത് നന്ദിയാണ്. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നന്ദിയുണ്ടായാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ധാരാളമായി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഈ നന്ദി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചെറിയ കുട്ടികളുണ്ട്. ഇവിടെ ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ചിലപ്പോ എന്തെങ്കിലും അസുഖങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. പേടിപ്പിക്കുകയല്ല, അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവോട് നന്ദി കാണിക്കുന്നവരാകണം. ഈ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ, അവിടെയുള്ള ഓരോ സമയത്തും വണ്ടികൾ വരുമ്പോ, ഇന്നലെ എന്നെയും കൊണ്ട് നടന്ന ദുബായിലെ ഒരു ചെറുപ്പക്കാരൻ, യാഷിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇന്നലെ കൊണ്ട് നടന്നിട്ടേ ഉള്ളൂ. നടന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏതോ ഒരു വഴിയിലൂടെ പോകുന്ന സമയമായപ്പോഴേക്കും ഒരു റോങ്ങിൽ വന്നൊരു വണ്ടി, ഒരു പിക്കപ്പ് വാൻ അവനെ ഇടിച്ചിരിക്കാൻ. അവന് പെട്ടെന്ന് കോമയിലേക്ക് പോയത്രേ. പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. അല്ലാഹുവിനെ സ്തുതി എന്നതാണ്. ഇന്ന് എന്റെ കൂട്ടുകാരൻ വിളിച്ചു പറയാണ്, പെട്ടെന്നൊരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചപ്പോ അവന് ജസ്റ്റ് ഒന്ന് കുലുങ്ങിയിട്ട് അവന്റെ ഓർമ്മകൾ ഇല്ലാതെയായി. വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചു വന്നിരിക്കാൻ. ഇങ്ങനെ നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതം അസ്തമിച്ചു പോകാൻ അധികം സമയമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് പരിപൂർണമായി തിരിയേണ്ടുന്ന സന്ദർഭമാണ്. മർഹബൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റമദാന് സ്വാഗതം ഓതുമ്പോ, ഈ റമദാനിൽ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആ വിശ്വാസത്തിനെ ഏറ്റവും കൂടുതലായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അത് കാത്തു സൂക്ഷിച്ചുകൊള്ളാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാ ആളുകൾക്കും മോഹമുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും. എത്രയോ ആളുകൾക്ക് നമ്മൾ പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ മയക്കുമരുന്നിൽ അതിനെ സംസാരിക്കുന്നു. ഞാൻ ഈ കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളേഴ്സ്, ഇന്നുള്ള ഫുട്ബോളേഴ്സിൽ ആരും ഇതങ്ങനെ ഉപയോഗിക്കുന്നവരല്ല. കൊക്കക്കോള പോലും ഉപയോഗിക്കാത്ത കളിക്കാരനുണ്ട് നിങ്ങൾ കളിക്കുന്ന കളികളിൽ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ട. കൊക്കക്കോള കമ്പനിയുടെ, ഞാൻ ഒരാളെ പറ്റി മാത്രം പറയല്ല കേട്ടോ, ആൾക്കിപ്പോ 40-41 വയസ്സോ മറ്റോ ആയി.
ദ ഗ്രേറ്റ് റൊണാൾഡോ ഇപ്പോഴും പറക്കാണ് വായുവിലൂടെ എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനൊന്നുമല്ല കേട്ടോ, എന്നാലും അതിമനോഹരമായി തടി നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയണമല്ലോ. അദ്ദേഹം തടി നോക്കുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ലോകകപ്പ് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഈ ഉസ്താദ് കളി കാണാനൊക്കെ പോവാ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഖത്തറിലായതുകൊണ്ട് ഞാൻ പോയിരുന്നു. ആദ്യമായിട്ട് ലോകകപ്പ് കാണാൻ പോയതാണ്. 4-5 കളി നമ്മൾ കാണുകയും ചെയ്തു. ഈ ലോകകപ്പിന്റെ സമയത്ത് അദ്ദേഹം നേരെ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ, നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് അവിടെ ക്ലവർലി അവിടെ കൊക്കക്കോള കമ്പനിയുടെ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പരസ്യം കിട്ടാൻ വേണ്ടി. കാരണം വെറുതെ കിട്ടുമല്ലോ അദ്ദേഹത്തിന് ഒരു കൊക്കക്കോള കൊണ്ടുവന്ന് കൊടുത്താൽ. കൊക്കക്കോള കമ്പനി ലോകത്തിൽ അറിയപ്പെടുന്ന കമ്പനിയാണ്. ആ കമ്പനി അല്ലെങ്കിൽ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള പെപ്സിക്കോള എന്തു ആകട്ടെ അതവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ജസ്റ്റ് ഒന്നങ്ങെടുത്ത് മാറ്റി. എന്നിട്ട് തന്റെ ബോട്ടിൽ നിന്ന് തന്റെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോ അദ്ദേഹം പറയുന്ന വാക്ക് ഞാനിത് ഉപയോഗിക്കാറില്ല എന്നാണ്. ഞാനിത് ഉപയോഗിച്ചിട്ട് എന്റെ തടി കയറാക്കാറില്ല എന്നാണ്. ദി ഗ്രേറ്റ് റൊണാൾഡോ അദ്ദേഹം ഒരു മുസ്ലിം അല്ല, പക്ഷെ അതിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ തടിയെ നോക്കിക്കൊണ്ട് ഇതുപോലും കുടിക്കാതെ പോകുന്നു അദ്ദേഹം. കാരണം ഈ പറയുന്ന 40-41 ഹെഡറിന് വേണ്ടിയിട്ട് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നലെ അതിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ഓരോ റിസർച്ചുകളും പറയുന്നത് ആ ആവേശം കൊണ്ട് ചാടിയിട്ട് ഒരു പക്ഷേ ലോകത്തിലെ ലോങ് ജമ്പുകാരൻ ചാടുന്നതിനേക്കാളും ആവേശത്തിൽ, ലോങ് ജമ്പ് വേറൊരു പണിയാണ്, പക്ഷെ ആ ലോങ് ജമ്പുകാരൻ ചാടുന്നതിനേക്കാളും ആവേശത്തിൽ ഈ വയസ്സിലും അദ്ദേഹത്തിന് ഡൈവ് ചെയ്ത് ചാടാൻ പറ്റുന്നുവെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളേണ്ടത് എന്താണെന്നറിയോ? അത് അദ്ദേഹത്തിന്റെ തടി നോക്കുന്ന പണിയായതുകൊണ്ടാണ്. ലോകത്തിൽ അങ്ങനെ തടി നോക്കാതെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് ലോകം പറയപ്പെടുന്ന പേര് ദ മജീഷ്യൻ ഓഫ് ഫുട്ബോൾ എന്നാണ്. ഇന്നും മെസ്സിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആര് എന്ന ചോദ്യത്തിന് മെസ്സി പോലും പറയുന്ന ഉത്തരം ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നതാണ്. ഞാൻ റൊണാൾഡോയെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സി പറയുന്നത്. ഞാൻ ഇവരെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ മെസ്സി പറയുന്ന ഈ റൊണാൾഡോ ഉണ്ടല്ലോ, ആ റൊണാൾഡോയെ കുറിച്ച് ലോകം പറയുന്ന പേര് ദ മജീഷ്യൻ ഓഫ് ഫുട്ബോൾ, ഫുട്ബോളിന്റെ മാന്ത്രികൻ എന്നാണ്. ആ മാന്ത്രികനായിരുന്നിട്ട് പോലും അദ്ദേഹം കളിക്കളം വിടേണ്ടി വന്നത് എന്തിനാണെന്നറിയോ? ഓരോ ദിവസം കളിക്കുന്നത് കോടിക്കണക്കിന് രൂപക്കായിരുന്നു മറഡോണ. ആ മറഡോണ ഒരു ദിവസം ഇന്റർവെല്ലിന്റെ സമയം വന്നപ്പോ, അഥവാ ഹാഫ് ടൈമിന്റെ സമയം വന്നപ്പോ പോലീസുകാർ വന്നിട്ട്, ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് മറഡോണയെ പൊക്കിയിട്ട് കൊണ്ടുപോവാ. കണ്ടിട്ടില്ലേ നിങ്ങൾ ആ രംഗങ്ങളൊക്കെ? പാതി കളി ആയിട്ടേ ഉള്ളൂ, പാതി കളിയിൽ ഇനി എന്റെ ഇന്ദ്രജാലം നടക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൈയിങ്ങനെ പിടിച്ചിട്ട് പോലീസുകാര് ലോകകപ്പിന്റെ കളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോയത്. അതിനുശേഷം പിന്നെ മറഡോണ കളിക്കളം കണ്ടിട്ടേ ഇല്ല. എന്താ കാരണം? മയക്കുമരുന്ന് ആ ദിവസം ഒരു തവണ ഉപയോഗിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ കളി ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹത്തെ കയറ്റി ഓടിച്ചു എന്നതാണ്. എത്ര നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവും, എത്ര നഷ്ടങ്ങളായിരിക്കും ഒരു മനുഷ്യന്. അദ്ദേഹം അന്ന് കരഞ്ഞതുപോലെ, അദ്ദേഹം അതിനുശേഷം പിന്നീട് മയക്കുമരുന്നിന് വെറുത്തതുപോലെ വേറെ ആരും ഉണ്ടാകില്ല. അദ്ദേഹം അത് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്റെ കരിയറിന് മുഴുവൻ ആ ദിവസം നശിപ്പിച്ചു എന്ന് ഇന്ദ്രജാലം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസുകാർ ലോകകപ്പിന്റെ ഗ്രൗണ്ടിൽ നിന്നും എടുത്തുയർത്തിക്കൊണ്ടു പോകുന്നത്. ഓരോ മനുഷ്യന്റെ നഷ്ടങ്ങളും അതാണ്. ഞാൻ പറയുന്നത് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കലായിരിക്കണം വിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. എന്റെ അനുജത്തിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. പതായിരിക്കുന്ന ഓരോ ആളുകൾക്കും 2 കിഡ്നികളുണ്ട്. സ്വാഭാവികമായും എല്ലാവർക്കും 2 കിഡ്നികളാണ് ഉണ്ടാവുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കിഡ്നിയിൽ 10 ലക്ഷം മരിപ്പുകളാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്ക്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. 10 ലക്ഷം അരിപ്പകളാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് 2 ബോട്ടിൽ വെള്ളം കുടിച്ചു. ആ ബോട്ടിൽ വെള്ളം ഇപ്പൊ 10 ലക്ഷം അരിപ്പകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 10 ലക്ഷം അരിപ്പകൾ, ഒരു അരിപ്പയല്ല, 1000 അരിപ്പയല്ല,
10 ലക്ഷം മരിപ്പുകൾ അരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ബ്ലഡിലേക്ക് വേറെ, യൂറിനിലേക്ക് വേറെ, പ്ലാസ്മയിലേക്ക് വേറെ, ഗ്ലൂക്കോസിലേക്ക് വേറെ, വ്യത്യസ്തമായി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഇതിന്റേതായ അംശങ്ങൾ ഓരോന്നിലേക്കും പറഞ്ഞയച്ച് യൂറിനായി, ബ്ലഡിനെ ബ്ലഡായി, ബ്ലഡിലെ WBC ആയി, RBC ആയി, അതിന്റെ കോമ്പിനേഷനായി, ഇങ്ങനെ ഓരോന്നിനെയും കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിയേകിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളൊരു ചെറിയ ഒരു ഭക്ഷണാംശങ്ങളെ ഏതെങ്കിലും ഒരു മിക്സിയിലേക്ക് ഇട്ടാൽ ആ മിക്സിയുടെ ശബ്ദം എത്രയായിരിക്കും അതൊന്ന് പൊടിച്ചരച്ച് ശരിയാക്കാൻ. നമ്മളൊന്ന് ഉച്ചക്കും കഴിച്ച് ബിരിയാണി, അല്ലെങ്കിൽ ഉച്ചക്കും കഴിച്ച് ഭക്ഷണം, ഇറച്ചി കഴിച്ച്, കോഴി കഴിച്ച്, ഇതൊക്കെ കഴിച്ചിട്ടും ഇത് ഒന്ന് ദഹിക്കുന്നതോ ഇതൊന്ന് അതിന്റെ ഉള്ളിലിട്ട് അരയുന്നതോ ശബ്ദം പോലും പടച്ചവൻ പുറത്തേക്ക് കേൾപ്പിക്കുന്നില്ല. ഇത്ര ആധുനിക ടെക്നോളജി വന്നിട്ട് പോലും, ഇത് എത്ര കാലം മുമ്പ് തുടങ്ങിയതാ, ഇത് 2025 AI വന്നിട്ട് പോലും അരക്കുന്ന മെഷീൻ അഥവാ ഈ കാണുന്ന സാധനത്തിന്റെ ശബ്ദം കുറച്ച് കുറഞ്ഞു എന്നല്ലാതെ തീരെ ശബ്ദമില്ലാത്ത സാധനം വന്നിട്ടില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതെല്ലാം കിടന്നിട്ട് അരക്കുകയും ചവക്കുകയും ഒക്കെ ചെയ്തിട്ടും പുറത്തേക്ക് അറിയിക്കാതെ നമ്മുടെ ഉള്ളിൽ ഇത് ചെയ്യുന്നവനാര്? ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കണ്ണിലുണ്ടല്ലോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ക്യാമറകളുടെ, ഏറ്റവും ശക്തമായ ക്യാമറകളുടെ ഫ്ലാഷ് ആണ് തന്നിട്ടുള്ളത്. ഒരു സാധനം കാണുമ്പോ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആ കാണുന്ന വൈറ്റ് വീട് നമ്മൾ കാണുന്നു, ആ വൈറ്റ് വീടിന്റെ ജനൽപ്പാളി കാണുന്നു, ആ ജനൽപ്പാളിയുടെ അഴിയിൽ പെയിന്റിംഗ് അടിച്ചിട്ടില്ല എന്ന് 48 വയസ്സായിട്ടും ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയുണ്ടല്ലോ പടച്ചവൻ നമുക്ക് തന്ന കാഴ്ച, കണ്ണട വെക്കാതെ നമുക്ക് തന്ന കാഴ്ച. അത് പെയിന്റ് അടിച്ചിട്ടില്ലെന്നും ആ പെയിന്റ് എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗ്രേ കളറാണെന്നും അതിന്റെ ഈ മൂലയിൽ ഒരു ചെറിയ കുത്തുണ്ടെന്നും ആ കുത്തിന്റെ ഇപ്പുറത്ത് ഒരു ബൾബിന്റെ ശിഖരമുണ്ടെന്നും ഇവിടെ നിന്ന് കാണുന്നത് പോലെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാനുള്ള ശേഷിയുണ്ടെന്ന്, അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സൂര്യനെ കാണാനുള്ള ശേഷിയുണ്ടെന്ന്, ഇത്ര ശേഷികളെല്ലാം നമുക്ക് തരുന്നത് ലക്ഷക്കണക്കിന് ക്യാമറകൾ നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തത് കൊണ്ടാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നില്ലേ? ഇതെല്ലാം നമ്മുടെ ഉള്ളിലല്ലേ? ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത്. ആ വിശ്വാസമില്ലാതെ എന്നിട്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല. അള്ളാഹുവിലായിരിക്കണം നമ്മൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അള്ളാഹുവിൽ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഫാത്തിഹ നമ്മൾ ഓതുന്നു, അറ്റ്ലീസ്റ്റ് 17 പ്രാവശ്യമെങ്കിലും ഓതുന്നു. ആ 17 പ്രാവശ്യം ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുമ്പോ എന്താണ് ഈ സർവ്വലോകം? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും മലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ ആലയും എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലക്കുകളുടെ വലിപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇതിനെയെല്ലാം അധിപനായി കൊണ്ട് നടക്കുന്ന അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അള്ളാഹുവിനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കേണ്ടത്. ആ അള്ളാഹുവിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും സമയം കണ്ടെത്തേണ്ടത്. ഇന്ന് അള്ളാഹുവല്ലാത്ത എല്ലാം നമ്മുടെ ചർച്ചയാണ്. ആ ചർച്ചയുടെ പ്രകാശകിരണങ്ങൾ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മലക്കിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വലിപ്പം ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് 600 ചിറകിന്റെ വലിപ്പമാണ്. 600 ചിറകുകളുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അതിൽ ഒരു ചിറക് വിരിക്കുമ്പോഴേക്കും ആകാശം മൂടിപ്പോകുമെന്ന്. അത്രയും വിശാലതയിലുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് റസൂൽ ചോദിക്കാണ്, നിങ്ങൾ എന്റെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് 600 ചിറകുകളും പടച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, എനിക്കും എന്റെ അള്ളാഹുവിനും ഇടയ്ക്ക് 70 പ്രകാശത്താലുള്ള മറകളുണ്ട്. അതിൽ ആദ്യത്തെ മറയിൽ ഞാൻ പോയി തൊട്ടാൽ ഐ വിൽ ബേൺ, ഞാൻ കരിഞ്ഞില്ലാതെയായി പോകുമെന്നാണ്. അഥവാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിഞ്ഞില്ലാതെയായി പോകും. ഇത്രയും വലിയ പ്രകാശദാവല്യത്തിന്റെ പേര് കൂടിയാണ് അല്ലാഹ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ.
അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ പറയാണ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രജ്വല പ്രകാശമാണ് അല്ലാഹ്. ആ പ്രകാശത്തിലേക്ക് ഏത് മലക്ക് വന്നാലും കരിയും, ഏത് ജിന്ന് വന്നാലും കരിയും, ഏത് മനുഷ്യൻ വന്നാലും കരിയും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടത്, ഈ അല്ലാഹുവിലേക്ക് നമ്മൾ ചെന്ന് ചേരേണ്ടത്. ഈ അല്ലാഹു പറഞ്ഞയച്ച 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 4 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഈ പറയുന്നു. 4 വഴികളാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ 4 വഴികളാണ് നമ്മൾ റമദാനിൽ കൊണ്ട് നടക്കേണ്ടത്. അതിൽ എത്രത്തോളം നമുക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്പർ 1, എല്ലാ പ്രവാചകന്മാരും ചെയ്യുകയും എല്ലാ പ്രവാചകന്മാരും തന്റെ വഫാത്ത് വരെ ചെയ്യുകയും ചെയ്ത, നിലനിർത്തുകയും ചെയ്ത എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് പ്രബോധനം. അതാണ് ദഅവത്ത്. നമ്മൾ എത്ര പേര് ചെയ്യുന്നു എന്ന് നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കേണ്ടതാണ്. ദഅ സക്കരിയ, ദഅ യഹ്യ, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വിശ്വാസം ആദ്യം പഠിപ്പിച്ചത് സഹാബാക്കൾക്ക് ദഅവത്താണ്. തെളിവ് ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യത്തെ ദിവസം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പോയിട്ട് അന്നത്തെ ദിവസം 10-12 ആളുകളെ കൊണ്ടുവന്നു. അതിൽപ്പെട്ടതാണ് തൽഹ, സുബൈർ, എല്ലാ റളിയല്ലാഹു തആല അൻഹും. അവരെല്ലാവരും വന്നു. അതിനുശേഷം പിന്നീട് നടന്ന് പിന്നെയും കുറെ ആളുകളെ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തായിന്നറിയോ? പ്രബോധനം ചെയ്തത് കൊണ്ട്, ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട്, സഹാബാക്കളിൽ ആദ്യത്തെ പ്രബോധകനായതുകൊണ്ട് എല്ലാ സഹാബാക്കളും ഇപ്പുറത്ത് നിന്നാലും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ ഇപ്പുറത്ത് നിന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഭാരം കൂടും, അഥവാ ഈമാന്റെ ഭാരം കൂടും പറഞ്ഞാൽ ആ ഒരു വല്ലാത്ത ഒരു ലോകത്തിലേക്ക് കടന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ സഹാബാക്കളും എന്റെ ഈ താഴ്വാരത്ത് വന്ന് നിൽക്കുകയും ദാ ആ കാണുന്ന മലയിൽ എന്റെ അബൂബക്കർ നിൽക്കുകയും ചെയ്ത റളിയല്ലാഹു തആല ആ അബൂബക്കറിന്റെ കൂടെയായിരിക്കും ഞാൻ ചെന്ന് നിൽക്കുക എന്ന്. കാരണം അവ്വലു മൻ ആബന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യുദ്ഖിലു മഈ ഇലൽ ജന്നതി യൗമൽ ഖിയാമത്തി അബൂബക്കർ. ആദ്യം എന്നെ കൊണ്ട് വിശ്വസിച്ചത് എന്റെ അബൂബക്കറാണ്. ആദ്യം എന്നിലേക്ക് ആളുകളെ ക്ഷണിച്ചത് അബൂബക്കറാണ്. ആദ്യം എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നതും അബൂബക്കറാണ്. ആദ്യം എന്നെ കൊണ്ട് സിദ്ദീഖ് അഥവാ സത്യം ചെയ്തതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ ഞാനും നിങ്ങളും എന്തൊക്കെ ചെയ്തുവോ അതിന്റെയും പ്രതിഫലം പോകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിഹിതം. കാരണം ആദ്യത്തെ പ്രബോധകനാണ്, ആദ്യത്തെ വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മുടെ അനുജന്മാരെ, നമ്മുടെ ജ്യേഷ്ഠന്മാരെ അവർക്ക് മാതൃകയായി നമ്മൾ നിന്ന് കൊടുക്കലും ദഅവത്താണ്. ഇപ്പൊ ഇതിലൊരു ജ്യേഷ്ഠനുണ്ടെന്ന് വെക്കുക. ചില അനുജന്മാര് പറയും, കാക്കാനങ്ങൾ അങ്ങനല്ലേ പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാക്ക നിസ്കരിക്കുന്നത് കാണുന്നില്ല. ഈ കാക്ക നിസ്കരിക്കുന്നത് കണ്ടാലല്ലേ അനുജന്മാർ നിസ്കരിക്കുള്ളൂ. അപ്പൊ അനുജന്മാര് കാക്കാനെ കണ്ട് പഠിച്ചാൽ അതൊരു പ്രബോധനമാണ്, അതൊരു ദഅവത്താണ്. ആ ദഅവത്താണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നടപ്പിലാക്കേണ്ടത്. രണ്ടാമത്തത് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ വിചാരാകെ ഇബാദത്തേ ഉള്ളൂ ഈ ലോകത്തിൽ നിന്ന്. മൂന്നാമത്തത് തഅലീം, തഅല്ലും, ഖുർആൻ പഠിക്കലാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, എന്റെ ഒരു സുഹൃത്തുണ്ട്, ബാബ എന്നാണ് അവന്റെ പേര്. ബാബ ഞങ്ങൾ നാട്ടിലൊക്കെ വിളിക്കാം. ഓരോ വർഷത്തിലും 4000 ആൾക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓൺലൈൻ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നാളെ അതിന്റെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. എല്ലാവരും നെക്കാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ സഹോദരിമാരൊക്കെ ഇരിക്കുന്ന മതി. 59 വയസ്സായ ഒരു സ്ത്രീ കഴിഞ്ഞ 2 വർഷമായിട്ട് ഹിഫ്ള് ചെയ്തിട്ട് ആ സ്ത്രീനെ ആദരിക്കുന്ന ചടങ്ങിലുണ്ടായി. അതിന് 58-59 വയസ്സായി. എന്നിട്ട് ഇപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് ഹിഫ്ള് ചെയ്തിരിക്കണം. ഈ ഭാവം പഠിപ്പിച്ചു കൊടുത്തതാണ്, പഠിക്കേണ്ട ട്രിക്കിലൂടെ പഠിപ്പിച്ചു കൊടുത്തതാണ്. നമ്മളിപ്പോ യാസീൻ ഓതിയാല് പിന്നിം ഇങ്ങനെ മുബീൻ തെറ്റിക്കൊണ്ടിരിക്കും. പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. മരണ വീട്ടിലൊക്കെ പോയ മല്ലാക്കാന്റെ കൂടാണ് കൂടുതലാണ്. കാരണം ഒലിബ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മുബീനഞ്ഞ് വരുന്നത് നമുക്കറിയില്ല, മറന്നുപോയല്ല.
മയ്യത്ത് നിസ്കാരം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ സ്വന്തം വാപ്പ മരിച്ചു കഴിഞ്ഞാല് അവിടെ ആരാണ് അതിനെപ്പറ്റി നല്ലോണം അറിയുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുക ഇമാമത്തിന്റെ ഉപ്പാന്റെ മയ്യത്ത്. വാപ്പയുടെ മയ്യത്ത് നിൽക്കേണ്ടത് മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചു. അല്ലാതെ ആരെങ്കിലും പിടിച്ചു നിർത്തലല്ല. തങ്ങന്മാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പ്രധാനം തന്നെ അവരൊക്കെ. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും വലിയ പ്രധാനി സ്വന്തം മകനാണ്, മക്കൾക്ക് സ്വന്തം പിതാവാണ്. അപ്പൊ എന്തായിരിക്കും കാരണം? എല്ലാ ദുആയും മറന്നുപോയിട്ടുണ്ടാവും, മയ്യത്ത് നിസ്കാരം എങ്ങനെയെന്ന് മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ദീന് പഠിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം ഖിദ്മത്താണ്, ആളുകൾക്ക് സേവനം ചെയ്യലാണ്. വഴിയിലുള്ള ഒരു സാധനം എടുത്തിടലും ഖിദ്മത്താണ്. പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും ദാനം കൊടുക്കലും ഖിദ്മത്താണ്. എല്ലാം ഖിദ്മത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഒന്നുകിൽ മനുഷ്യന്റെ ജീവിതം ദഅവത്തായിരിക്കണം. ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിന്റെ ദഅവത്താണ്. ഞാൻ നിങ്ങളെ ആളുകളെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ദൗത്യം അവിടെ പൂർത്തിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺസിഡർ ചെയ്തേക്കാം. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വന്തം മനുഷ്യന്മാരെ ദഅവത്ത് ചെയ്യണം. സ്വന്തം പെങ്ങന്മാര് മോശത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യലടി മോളെ എന്ന സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരാങ്ങളെ ഉണ്ടായിരിക്കണം. ആങ്ങളെ ഏതെങ്കിലും രൂപത്തിലേക്ക് പോകുമ്പോ മോനെ നീ അങ്ങനെ പോവല്ലടാ എന്ന് പറയുന്ന ഒരു പെങ്ങളുണ്ടാകണം. സ്വന്തം മക്കളെയെല്ലാം സ്നേഹത്തോടെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദീനിയായി മാറണേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉമ്മയുണ്ടാകണം. ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് എന്താക്കണം? പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊന്നും എന്റെ കർത്തവ്യമല്ല എന്ന് വിചാരിച്ച് തസ്ബീഹ്മാല മറിച്ചുകൊണ്ടിരിക്കൽ. പണ്ടൊക്കെ അമ്മായിമ്മമാര് എന്ന് പറയുന്ന ആൾക്കാർ തസ്ബീഹ്മാല മറിച്ചുകൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അനക്ക് ഞാൻ കാണിച്ചു തരാം എന്നാലും ഒരുവളെ ചീത്ത അറിയുകയും പിന്നീട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്ന പഴയകാല ഉമ്മമാരെ പറ്റി പറയാറുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ഇബാദത്ത് ഇങ്ങനെ ചെയ്യുകയും അഖലാഖ് തീരെ മോശമാവുകയും ചെയ്യുന്നു. അത് പറ്റൂല. ഇന്നത്തെ കുട്ടികളെ ഇങ്ങനെ ചേർത്ത് ഇരുത്തിയിട്ട് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അവരുടെ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കാൻ പറ്റണം. ഏതാ സ്നേഹം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇതിൽ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് വഫാത്തായത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധഭൂമികയിൽ വീണുപോയത് എന്ന് അറിയുന്നവരൊന്ന് കൈപ്പൊക്കാമോ? ആരെങ്കിലും ഉണ്ട് അബൂ ദുജാന റളിയല്ലാഹു തന്നെ ഈ ലോകത്തോട് എങ്ങനെ വിട പറഞ്ഞു എന്നറിയുന്നവർ? ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഇതാണ് നമ്മുടെ കഥ. കാരണം പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിച എന്നാണ് അബൂ ദുജാന റളിയല്ലാഹു തആലനെ വിളിക്കുക. അതെന്താ അങ്ങനെ വിളിക്കാൻ കാരണം? ഉഹുദിന്റെ രണാങ്കണം വരുന്നതിന് മുമ്പേ ജസ്റ്റ് ഈ സ്റ്റോറി ഒന്ന് കേട്ടു നോക്ക്. ഈ കഥയും ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധം ഉണ്ടായതാണ്. ചെറിയ ബന്ധട്ടോ. ഈ കഥ ചെറുപ്പത്തിൽ കേട്ടത് മുതൽ അബൂ ദുജാന എനിക്ക് പേരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നു എന്ന് എനിക്കൊരു മോഹമുണ്ടായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു മോള് ജനിച്ചപ്പോ ഞാൻ അവൾക്കിട്ട പേര് ദുജാന എന്നാണ്. ഫാത്തിമ ദുജാന മെഹജബിൻ. അപ്പൊ ദുജാന എന്ന് അവൾക്ക് പേരുണ്ടാകുമ്പോ എന്നെ വെറുതെ എനിക്ക് സ്വന്തത്തിലെങ്കിലും വിളിക്കാലോ. അബൂ ദുജാന എന്ന്, ദുജാനയുടെ പിതാവ് എന്ന്. കാരണം അബൂ ദുജാന റളിയല്ലാഹു തആല അത്രയും പ്രധാനപ്പെട്ട സഹാബിയാണ്. ഇനി നിങ്ങൾ വളരെ വളരെ ശ്രദ്ധാപൂർവം ഈ കഥയൊന്ന് ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് കേൾക്കണം. അബൂ ദുജാന റളിയല്ലാഹു തആല ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി. ഏത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവ്വലു മൻ ആമന ബി അബൂബക്കർ എന്ന് ആദ്യമായി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കൈ ഇങ്ങനെ പിടിച്ച് കുലുക്കിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി അബൂ ദുജാന? അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് അമീറുൽ മുഅ്മിനീൻ, അന്ന് അമീറുൽ മുഅ്മിനീൻ ആയിട്ടില്ലെങ്കിലും പറയണം അബൂബക്കർ സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല
എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൈ എത്ര ഭാഗ്യം ചെയ്ത കൈയാണ്. നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. നിങ്ങളുടെ തോളത്ത് കൈയിട്ടുണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളെയല്ലേ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇത്രയും വലിയ ഒരു സഹാബിയല്ലേ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ കുറിച്ചല്ലേ പേര് വന്നത്. ഇത് യഖൂലു ലിസാഹിബി, നിന്റെ സാഹിബിനോട് നീ പറഞ്ഞ സന്ദർഭമെന്ന് സഹാബി എന്ന് നിങ്ങളെ കുറിച്ച് മാത്രമല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ പേരെടുത്തിട്ട് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സാഹിബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചത്. ഇത് യഖൂലു ലിസാഹിബി, നിങ്ങളുടെ സാഹിബിനോട് നിങ്ങൾ പറഞ്ഞപ്പോ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കേണ്ട അബൂബക്കറെ, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ടെന്ന് സൗർ ഗുഹയിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് വന്നത് നിങ്ങളെ കുറിച്ചല്ലേ. നിങ്ങളെ കുറിച്ച് സഹാബി എന്ന് അല്ലാഹു പോലും വിളിച്ചില്ലയോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇതിങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കാണ്, അബൂ ദുജാന നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അബൂ ദുജാന എന്ന് പറഞ്ഞപ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടത്, എനിക്ക് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ആലിംഗനം ചെയ്യണം. അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ്, ഒരു ആഗ്രഹമാണ്. കാരണം അബൂ ദുജാന കറുത്ത ഒരു സഹാബിയാണ്, അടിമയെ പോലെ നടക്കുന്ന സഹാബിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പോകാൻ തന്നെ ഒരു മടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രകാശദാവല്യമാണ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, ചന്ദ്രനെ പോലെ ചന്ദ്രമുഖമുള്ള എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പോകാൻ തന്നെ മടി. അബൂ ദുജാന റളിയല്ലാഹു തന്നെ പറയാണ്, ചിലപ്പോൾ സംസാരിക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഞാൻ മെല്ലെ മുഖം താഴ്ത്തിക്കളയും. അത്രയും അപകർഷതാബോധത്തിന്റെ സഹാബി കൂടിയാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ സഹാബിയ പറഞ്ഞത്, എനിക്കൊരു ശ്വാസമേ ഒന്ന് അണഞ്ഞൂട്ടി പിടിക്കണം, ഒന്ന് മുആനക ചെയ്യണം, അതിന്റെ ഒരു ആഗ്രഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആഗ്രഹത്തിനെ സഫലീകരിച്ചു തരട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തിന് സഫലീകരിച്ചു തരട്ടെ. അതൊരു വല്ലാത്ത പ്രാർത്ഥനയായി. ആകാശത്തിന്റെ കിരീടം, ആകാശത്തിന്റെ ആ വലിയ സിംഹാസനം അല്ലാഹു കുലുക്കി എന്നതിന്റെ അർത്ഥമാണ്. ആ ഒരു ദുആ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന, അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്തു. ഉഹുദിന്റെ രണാങ്കണം വന്നപ്പോ ശത്രുപക്ഷത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകും, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചൊല്ലിയതാണ് കേട്ടോ. സഹാബി ശത്രു പറഞ്ഞു, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു, ഇന്നി ഖതൽതു മുഹമ്മദ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. അത് യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. ഓരോ ആളുകളും ഛിന്ന ഭിന്നമായി ഓടി പല ഭാഗത്തേക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് ആളുകൾക്ക് തോന്നിപ്പോയി. ഈ വിളിച്ചു പറയുന്ന ആള് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കാരണം അത് ശത്രുപക്ഷക്കാരെ ഏൽപ്പിച്ച ആളാണ്. ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ, ഇന്നി ഖതൽതു മുഹമ്മദ. ആളുകൾ ഛിന്ന ഭിന്നമായി ഓടാൻ തുടങ്ങി. ഓടിയ ഭാഗത്തേക്ക് പലരും ഓടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്യാ നബിയുടെ തല ഛേദിച്ചതുപോലെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് വധിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ റസൂലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയോ എന്ന് ആൾക്കൂട്ടത്തിൽ കാണാനില്ലാതെ ശത്രുപക്ഷത്തിന്റെ കൂട്ടത്തിലേക്കും മധ്യത്തിലേക്കും മെരച്ചു കയറി പല ഭാഗത്തേക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ കിടന്നോടുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്, ഐനർ റസൂൽ, ഐനർ റസൂൽ, ഫൈനർ റസൂൽ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ. അങ്ങനെ ഓടി ഒരു കുഴിയുടെ ഭാഗത്തെത്തിയപ്പോ ഒന്ന് രണ്ട് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശത്രുപക്ഷക്കാരെ അമ്പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ കവിളിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഇല്ല, ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല മനസ്സിലായി. ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു ഭാഗത്തുനിന്ന് രണ്ടാളുകൾ അമ്പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആളൊന്ന് മാറിയാൽ ഉന്നം തെറ്റാതെ വരും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുമേനിക്ക് നേരെ ഇതാ ഇപ്പൊ അമ്പ് വരുമെന്ന് കണ്ടപ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്.
ഓടി ചെന്നിട്ട് ആ പഴയ രംഗം കൂടി നിങ്ങൾ ആലോചിക്കണം. അബൂബക്കറെ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ, റസൂലുള്ളാഹിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ മോഹമുണ്ട് അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോ കൈ പൊക്കിക്കൊണ്ട് അള്ളാഹു അത് സഫലീകരിച്ച് തരട്ടെ എന്ന് പറഞ്ഞില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് ഓടി ഓടി റസൂലുള്ളാഹിയെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കാൻ. ഇത് ചരിത്രത്തിന്റെ ഭാഗം, ചരിത്രവും തമ്മിൽ യോജിച്ച ഭാഗം. അഥവാ അന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല കുപ്പായം ധരിച്ചിരുന്നില്ല. പടു ആയിട്ടുള്ള ആള്, അഥവാ പാവമായിട്ടുള്ള ആള്, ഒന്നിനും പറ്റാത്ത ആള്, അഥവാ തന്റെ ശരീരം കാണിച്ചുകൊണ്ട് വെറും പുൽക്കിന് താഴെ മാത്രം ഡ്രസ് എടുത്ത അബൂ ദുജാന റളിയല്ലാഹു തആല ചെന്ന് അണഞ്ഞു കുട്ടിപ്പിടിക്കുമ്പോ ഉസാസമയുടെ കബീസ് കീറിയിരുന്നു. ഉസാസമയുടെ ചെസ്റ്റുമായി യോജിക്കുന്ന ഒരു രംഗം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കളപുരണ്ട, അല്ലെങ്കിൽ ഈ കാണുന്ന രക്തം പുരണ്ട ശരീരവും തമ്മിൽ ഒട്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഈ അമ്പയും ആളെ നോക്കിക്കൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു തന്നെ പറഞ്ഞ വാക്കുണ്ട് ചരിത്രത്തിൽ, അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല എന്ന്. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, ഇനി അബൂ ദുജാനക്കൊന്നും നോക്കാനില്ല. അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹിയെ അണഞ്ഞൂട്ടിപ്പിടിച്ച് അമ്പ് വരുന്ന ഭാഗത്തേക്ക് തന്റെ പുറം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും പുറം കാണിക്കുന്നു. ഒരു മുടിമാരിടക്ക് പോലും എന്റെ റസൂലുള്ളാഹിക്ക് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അമ്പയ്യുന്നവരെ എഴുതുകൊള്ളുക, അബൂ ദുജാന മാറില്ല. അപ്പോഴും നല്ല ചെവിയിൽ മന്ത്രിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൈകൾ തളരുന്നുണ്ട്, കാലുകൾ തളരുന്നുണ്ട്, നിങ്ങളെ വിടില്ല ഞാൻ. നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല റസൂലേ. അങ്ങനെ റസൂലുള്ളാഹിയുടെ ആ ഒരു ശരീരത്തോട് ചേർന്ന് നിന്ന് ആവനാഴിയിലെ അമ്പുകൾ തീരും വരെ തന്റെ പുറത്ത് അമ്പുകൾ ഏറ്റുവാങ്ങിയ, അങ്ങനെ ഈ ലോകത്തിൽ തളർന്നില്ലാതെയായ സഹാബിയുടെ പേരാണ് അബൂ ദുജാന റളിയല്ലാഹു തആല. ആ അബൂ ദുജാന റളിയല്ലാഹു തആലയെ പോലെ വിശ്വാസത്തെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. തനിക്കെന്തെങ്കിലും ശരി, തനിക്കൊന്നുമില്ലെങ്കിലും ശരി, തനിക്കെന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, എനിക്കെന്റെ അല്ലാഹു മതി, പിന്നെ അല്ലാഹുവിന്റെ റസൂലും മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹമായിരിക്കണം നമുക്ക് ഓരോരുത്തരോടും ഉണ്ടാകേണ്ടത്. ആ സ്നേഹത്തിന്റെ ഒരു മറുവശമുണ്ട്. ഇന്ന് വർഗീയതകളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഹൈന്ദവരും മുസൽമാനും മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിലാണ്. ഓരോരുത്തരും പരസ്പരം യുദ്ധങ്ങൾ ചെയ്യാൻ, മനസ്സുകൊണ്ടെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ അവിടെയും നമ്മൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുന്നു. എന്തിനാണെന്നറിയോ? വഫാത്താകാൻ സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ലോട്ടയും തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ഒരു പാവം ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്. ഇത് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല മരുമകനാണ്. മദീന കണ്ട ഏറ്റവും വലിയ മരുമകൻ കൂടെയുണ്ട്. അന്ന് സഹാബാക്കളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഏറ്റവും വലിയ സമ്പന്നനാണ്. ഇവരൊക്കെ ഉണ്ടായിരിക്കെ ഇത് കൊണ്ടുപോയി കൊടുത്തത് ജൂതന്റെ വീട്ടിലാണ്. എന്നിട്ട് പറഞ്ഞു, അതിന് പകരമായി എന്തെങ്കിലും ഒന്ന് തരാൻ. വഫാത്തിനോട് അടുത്ത സമയം ആലോചിച്ചു നോക്കണം നമ്മൾ. ഇത് സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, അയൽവാസി ആരായിരുന്നാലും അദ്ദേഹത്തെ മാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കണമെന്നും വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്.